അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖം. നമ്മൾ 17 ക്ലാസ്സുകൾ കഴിഞ്ഞല്ലോ. ഇത് 18ാമത്തെ ക്ലാസ്സാണല്ലേ അല്ലേ? ഇൻഷാ അല്ലാ ABC പാരൻറ്റിങ് 25 വീഡിയോകളാണുള്ളത് കേട്ടോ. പിന്നെ അതിനുശേഷം ഒരു 5 വീഡിയോസ് കൂടിയുണ്ട്. അത് ഇൻഷാ അല്ലാ ബ്രെയിൻ വെച്ച് എങ്ങനെ കുട്ടികളെ പാരൻറ്റിങ് നടത്താമെന്നുള്ളതാണ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് കോംപ്രമൈസിനെ കുറിച്ചാണ്. കോംപ്രമൈസ്, അഡോളസൻസിനോടാണ് ഈ ഒരു കോംപ്രമൈസ് വരുന്നത്. അപ്പോൾ എന്താണ് കോംപ്രമൈസ്? പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കൽ ഈ അഡോളസൻസിനോടാവും അല്ലേ? വലിയ കുട്ടികളാകുമ്പോൾ അവർ പറഞ്ഞ് കേൾക്കണില്ല, അത്രയും കാലമൊക്കെ ഞാൻ പറഞ്ഞാൽ കേട്ടിരുന്നു, പോനതിന് കിട്ടണില്ല, ഓളതിന് കിട്ടണില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ എല്ലാം ഈ ഒരു പ്രായത്തെ നമ്മൾ പറഞ്ഞാൽ തന്നെ നടക്കണം എന്നല്ല നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ ഹെൽത്തി ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മോറലി വലിയ പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ അഡോളസൻസിനോട് കുറേ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക, എന്നാൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും, അതെന്ത് ചെയ്യുക? അവരെ അംഗീകരിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി അംഗീകരിക്കുന്നൊരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗമാണ് ശരിക്കും കോംപ്രമൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടേത് പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളത് പൂർണ്ണാർത്ഥത്തിൽ അവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും രണ്ടാളതും തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവും ചില കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയത് കോംപ്രമൈസിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മളൊരു അതോറിറ്റേറിയൻ ആവരുതെന്നർത്ഥം. അതോറിറ്റേറിയനായുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞാണ് ശരി, അങ്ങനെ ചെയ്യണം, ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി, അതിൻ്റെ അപ്പുറം പോകണ്ട, ഞാൻ ആരോട് കാര്യം നടക്കാൻ പാടില്ല, ആ ഒരു ചിന്തയിലേക്ക് പോവാം. നമ്മൾ പഠിച്ചതാണല്ലോ, ആ ഒരു ചിന്ത അപ്പോൾ വരാൻ പാടില്ല. അപ്പോൾ അഡോളസൻസ് എന്ത് കാര്യം പറയണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അത് കേൾക്കുക. അപ്പോൾ അവർക്കുള്ള ആദ്യത്തെ സംഗതിയാണ് ഹിയർ എന്നുള്ളത്. കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അവരെന്ത് പറയണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം. ഒരിക്കലും ഒരു മുൻധാരണ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. എന്ത് പറയുകയാണെങ്കിലും അത് കേൾക്കണം. അതിന് വലിയ ഒരു തെറ്റാണെങ്കിൽ പോലും അവർ പറയുന്നത് എന്ത് ചെയ്യുക? അവർ ചെയ്തൊരു സംഗതി പറയുകയാണെങ്കിലും നമ്മൾ ക്ഷമയോടുകൂടി മുഴുവൻ കേൾക്കുക. കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മളതിനെ പ്രതികരിക്കുക. ആ പ്രതികരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ അവരിങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോംപ്രമൈസിന് ശ്രമിക്കണം. പലപ്പോഴും അവരും നമ്മളും കൂടി അംഗീകരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗമാണ് പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ അവരുടേത് പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കോംപ്രമൈസ്, അഡോളസൻസ് ആയ വിദ്യാർത്ഥികളോട്, മക്കളോട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് കോംപ്രമൈസാണ്. Be more flexible as your child enters adolescence and consider bending on behaviors that are likely to be temporary and are not dangerous. അതാണ് പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് വലിയ ഡേഞ്ചർ അല്ലാത്ത വിഷയങ്ങൾ അതിലവർ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നെഗ്ലക്റ്റ് ചെയ്യേണ്ടി വരും. ഓരോന്നും എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഫോളോ ചെയ്താൽ അത് അവരെ ഇറിറ്റേറ്റ് ചെയ്യും. ഒരിക്കലും അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, നമ്മൾ പറയുന്നത് കേൾക്കില്ല. അതുകൊണ്ട് ഷുഡ് കോംപ്രമൈസ്. അവരോട് പല വിഷയത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, പ്രശ്നങ്ങളില്ലാത്ത സ്വഭാവങ്ങളിലല്ല. അപ്പോൾ ഇവരോട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കോംപ്രമൈസിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ ഒരു ഏജിലുള്ള മക്കൾ നിങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിലുള്ള ആർക്കെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ അയൽപ്പക്കത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ സംസാരങ്ങളൊക്കെ അങ്ങനെ നോക്കുക. അവരൊരു അതോറിറ്റി ലെവലായിരിക്കും സംസാരിക്കേണ്ടത്. ഞാനങ്ങനെ ചെയ്യും, ഞാൻ അങ്ങോട്ട് പോകും, എനിക്ക് അങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം, ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുണ്ടാവും. അപ്പോൾ ഏതിലെല്ലാം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളങ്ങനെ ആലോചിക്കുക. ആ നിലക്കൊന്ന് സംസാരിച്ച് നോക്കുക. പിന്നെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അതിലൊക്കെ എവിടെയൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക? ഇനിയൊന്ന് വാച്ച് ചെയ്യുക. നമ്മൾ ചെയ്യുന്നുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ, പക്ഷേ നമ്മൾ അത്ര ബോധേഡാവില്ല ആ കാര്യങ്ങളെക്കുറിച്ച്. ഇനി ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്വഭാവങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ബോധേഡാവുക. എന്നിട്ട് ആ ഒരു രൂപത്തിൽ ട്രിക്കി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഒരുപാട് അവസരങ്ങളുണ്ടാവും, പക്ഷേ നമ്മൾ അറിയാതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ അവെയർ ആയിക്കൊണ്ട് തന്നെ അതങ്ങനെ നടക്കുന്നുണ്ട്, ഇവരുടെ ആ സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് നമ്മൾ കോംപ്രമൈസിലേക്ക് എത്തുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.